നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉദ്ഘാടന പ്രസംഗം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ക്യാപിറ്റോളിനകത്ത് നടക്കും. അമേരിക്കയിൽ അടുത്തയാഴ്ച അതിശൈത്യ കാലാവസ്ഥ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര. ഡൊണാൾഡ് ട്രംപിന്റെ ഈ രാഷ്ട്രപതിയായിട്ടുള്ള സത്യപ്രതിജ്ഞ ലോകമാകെ ശ്രദ്ധിക്കുകയാണ്. പല മാറ്റങ്ങളും അമേരിക്കയിൽ വരുമെന്ന് മനസ്സിലാക്കുന്നു. അതിനിടയിൽ ഇങ്ങനെയൊരു മാറ്റവും പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം എടുക്കുന്നത് തിങ്കളാഴ്ചയാണ്. എന്നാൽ അമേരിക്കയിൽ തിങ്കളാഴ്ച മുതൽ വരും ദിവസങ്ങളല്ല, ഞായറാഴ്ച മുതൽ തന്നെ അതിശൈത്യമാണ് പല സംസ്ഥാനങ്ങളും. പ്രത്യേകിച്ച് വാഷിംഗ്ടൺ DC-യിൽ -4 ഡിഗ്രി, ഒരു രാത്രിയിലൊക്കെ -8 ഡിഗ്രി വരെ പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ വിക്ടറി റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച മഞ്ഞ് പെയ്യുവാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു. ഇത്തരം കാരണങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സുരക്ഷയും ഒക്കെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ക്യാപിറ്റോൾ ഹില്ലിനകത്തുള്ള ക്യാപിറ്റൽ റോട്ടൻഡായിലേക്ക് ഈ സത്യപ്രതിജ്ഞാ വേദി മാറ്റിയിരിക്കുന്നത്. ഏതാണ്ട് 96 മീറ്റർ വ്യാസമുള്ള ഈ ക്യാപിറ്റോൾ ഹിൽ മകുടത്തിന്റെ താഴെയായിരിക്കും ഈ സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഇതിനു മുമ്പ് റെയ്ഗന്റെ കാലത്താണ് ഇത്തരം ഒരു സത്യപ്രതിജ്ഞ നടക്കേണ്ടി വന്നത്. അന്ന് ഇതിലും തണുപ്പായിരുന്നു. ഒബാമയുടെ സമയത്ത് തണുപ്പുണ്ടായിരുന്നെങ്കിലും ഇത്തരം ഒരു ഇങ്ങനെ അകത്തേക്ക് മാറ്റേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഇവിടെ ഏതാണ്ട് 600ഓളം പേർക്ക് മാത്രമായിരിക്കും ഇരിപ്പിടം ഉണ്ടാകുക. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. ഇതിൽ നിരാശരാകേണ്ട, ഒരുപാട് അനുയായികൾ ഇപ്പോൾ തന്നെ വാഷിംഗ്ടൺ DC-യിൽ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം ഈ ക്യാപിറ്റോൾ അരീനയിൽ അവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടുന്നവരെ ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഉടൻ ഡൊണാൾഡ് ട്രംപ് കാണാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഇതിന്റെ സുരക്ഷ ഒരുക്കുന്നവർ, പോലീസുകാർ, ഇവരൊക്കെ ഏതാണ്ട് 10-20 മണിക്കൂർ ഈ പുറത്ത് ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഈ തണുപ്പത്ത് ചെയ്യുന്നത് ഒഴിവാക്കാൻ കൂടിയാണ് താൻ ഇത്തരം ഒരു തീരുമാനം എടുത്തതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എസ്കനെ, ഈ ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാധാരണ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വലതു കൈ ഉയർത്തി ഇടതു കൈ അവരുടെ വേദപുസ്തകത്തിൽ പിടിച്ചുകൊണ്ടായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 1861 17ാമത്തെ പ്രസിഡന്റ് ലിങ്കൺ ഉപയോഗിച്ച വേദപുസ്തകമാണ് ഡൊണാൾഡ് ട്രംപ് ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ 2 വേദപുസ്തകമായിരിക്കും ഡൊണാൾഡ് ട്രംപ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് 1955 ഡൊണാൾഡ് ട്രംപ് ആദ്യമായി സൺഡേ സ്കൂളിൽ പോയപ്പോൾ അമ്മ സമ്മാനിച്ച ബൈബിൾ തൊട്ടായിരിക്കും സത്യപ്രതിജ്ഞ എടുക്കുക. എസ് കെ. മധു കൊട്ടാരക്കര. എന്തായാലും ഒരു സംഭവമായിരിക്കും. ജനുവരി 20-നധികം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ ലോകം കാത്തിരിക്കുന്നുണ്ട്.